രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അതിപ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും, ഹൂ കേഴ്സ് എന്ന നിലപാടാണല്ലോ ഇത്രയും നാൾ ഇയാൾ എടുത്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും അയാൾ പറയുന്നത് അയാളുടെ പാർട്ടി നേതൃത്വത്തിന് നേരെയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും ഞാൻ എൻ്റെ രീതികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഹർഷ, അതായത് സത്യത്തിൽ ഈ ചാനലുകളെല്ലാം ഇയാൾ പ്രചാരണത്തിനിറങ്ങുമ്പോൾ പിന്നാലെ പോകേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇതിനിടയ്ക്ക് ഒരൊറ്റ കാര്യം കൂടെ ഇപ്പോൾ വന്ന ഒരു വാർത്ത കൂടി പറയാം. അത് വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ സജീവമായി വരണമെന്ന് കെ സുധാകരൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ്, ഞാൻ ആ വിഷയത്തെപ്പറ്റി അന്വേഷിച്ചു, കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല, രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ല എന്നിപ്പോൾ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് തന്നെ അദ്ദേഹത്തിന് പ്രസിഡന്റായിരുന്ന കാലത്ത് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ് എന്നുകൂടി. കെ സുധാകരനെ കണ്ണൂരുകാർക്ക് കുറച്ച് കൂടുതൽ കാലം മുന്നേ തന്നെ അറിയാം. ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതി അപ്പം തന്നെ ആദ്യം പോയിട്ട് ഞങ്ങളുടെ ആളാണ്, എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ ആൾ കെ സുധാകരനാണ്. പിന്നെ കോളേജിൽ പോയിട്ട് അടിയുണ്ടാക്കിയ ആളെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ നിങ്ങൾ തല്ലിയിട്ടേ വരാവൂ എന്ന് ഈ 17 വയസ്സുള്ളപ്പോഴും ഹിംസക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്ന അഹിംസ പാർട്ടി കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ചായ്വ് എന്തെങ്കിലും കുഴപ്പം കാണിച്ച ആളുകളോടായിരിക്കും കേരളത്തിലെ ആളുകൾക്കൊക്കെ അറിയാം. അത് എന്ന് മാത്രമല്ല, ഇതിനകത്തുള്ളൊരു കാര്യം ഹർഷ, അതായത് ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ വേണമെങ്കിൽ ഇതിൻ്റെ പ്രചരണം നടത്തുകയോ എന്തുവേണേ ചെയ്തിട്ട് അത് അവരുടെ മാത്രം പ്രശ്നമാണിപ്പോൾ. യഥാർത്ഥത്തിൽ ഈ ചാനലുകളും ക്യാമറയും ഒക്കെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ വാർത്തകൾ ഇയാൾക്കെതിരെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ പ്രതികരണം തേടുക മറ്റോ ചെയ്യാമെന്നല്ലാതെ അയാൾ എന്താണോ ചെയ്യുന്നത് ആ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം പ്രശ്നമാണ്. പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനകത്ത് പൊതുസമൂഹം അഭിപ്രായം രൂപീകരിച്ച് കഴിഞ്ഞു. പൊതുസമൂഹത്തിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളില്ല, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളില്ല. ഈ ശബ്ദം ആദ്യത്തെ തവണയും രണ്ടാമത് ഇന്നലെ നമ്മൾ വന്നതോട് കൂടിയിട്ട് പൊതുസമൂഹത്തിനാകെ തന്നെയും, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരുണ്ട്, ഇതൊന്നും അല്ലാത്ത ആളുകളുണ്ട്. ഈ പൊതുജനമാകെ തന്നെയും അവരുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകനെക്കുറിച്ച് അവരുടെ അഭിപ്രായം രൂപപ്പെട്ട് കഴിഞ്ഞു.